गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ഒക്ടോബർ 19 മുതൽ 25 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, തുലാം 2 മുതൽ 8 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. അടുത്തത് മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്ത് ശുക്രൻ, കളത്രസ്ഥാനത്ത് കുജനും രവിയും, അഷ്ടമത്തിൽ ബുധനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഉദരരോഗങ്ങൾക്കും രക്തസ്രാവത്തിനും സാധ്യതയുണ്ട്. സഞ്ചാര തടസ്സം, ധനവരവ്, മൃഷ്ടാന്ന ലാഭം എന്നിവ ഉണ്ടായേക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദാമ്പത്യ സൗഖ്യം കുറയും. സന്താന ഗുണവും കാര്യവിജയവും ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെടലും മനോവിഷമങ്ങളും ഉണ്ടാകും. ശത്രുശല്യവും വേണ്ടപ്പെട്ടവർക്ക് രോഗദുരിതങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് ശുക്രൻ, ശത്രുസ്ഥാനത്ത് കുജനും രവിയും, കളത്രസ്ഥാനത്ത് ബുധനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ധനപരമായ മെച്ചമായിരിക്കും. സന്താന ലാഭവും ബന്ധുഗുണവും ഉണ്ടാകും. ഇഷ്ടജനങ്ങളുമായുള്ള വേർപാടിന് സാധ്യതയുണ്ട്. സ്വജനവിരോധവും സുഖവിരഹവും ഉണ്ടാകാനിടയുണ്ട്. രോഗശമനം, കാര്യവിജയവും ഉണ്ടാകും. ഭയം, ദുഃഖം, സഞ്ചാരക്ലേശം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ആഗ്രഹസാഫല്യവും ധനലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, സുഖസ്ഥാനത്ത് ശുക്രൻ, പുത്രസ്ഥാനത്ത് കുജനും രവിയും, ശത്രുസ്ഥാനത്ത് ബുധനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. കാര്യവിജയം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവയുണ്ടാകും. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ഭരിക്കും. കാര്യവിജയവും ഭാഗ്യവർദ്ധനവും അനുഭവപ്പെടും. ധനലാഭവും കുടുംബസുഖവും അനുഭവപ്പെടും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ദുർവ്യാപാരവും രോഗങ്ങളും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യസ്വാമി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴം, സഹോദരസ്ഥാനത്ത് ശുക്രൻ, സുഖസ്ഥാനത്ത് കുജനും രവിയും, പുത്രസ്ഥാനത്ത് ബുധനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദുഃഖവും ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സവും നേരിടേണ്ടതായി വരും. വസ്ത്രാഭരണ ലാഭവും ശത്രുനാശവും ഉണ്ടാകും. ബുദ്ധിക്ക് തളർച്ചയുണ്ടാകും. കുടുംബകലഹത്തിനും മനോവിഷമത്തിനും സാധ്യതയുണ്ട്. ബന്ധുഗുണം കുറയും. ഉദരരോഗത്തിന് സാധ്യത. കാര്യവിജയം, ഭയം, ദുഃഖം, ശയനസുഖം എന്നിവ ഉണ്ടാകാം. അനുഭവഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യസ്വാമി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴം, ധനസ്ഥാനത്ത് ശുക്രൻ, സഹോദരസ്ഥാനത്ത് കുജനും രവിയും, സുഖസ്ഥാനത്ത് ബുധൻ, അഷ്ടമത്തിൽ ശനി എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യപുഷ്ടിയും സന്താനലാഭവും ഉണ്ടാകും. ഭാഗ്യസിദ്ധി, മാനക്ഷയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സ്വർണ്ണാഭരണ ലാഭം പ്രതീക്ഷിക്കാം. ധനലാഭവും യാത്രാഗുണവും ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ധനധാന്യ സമൃദ്ധിയും അനുഭവ ഗുണവും ഉണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴം, ജന്മത്തിൽ ശുക്രൻ, ധനസ്ഥാനത്ത് കുജനും രവിയും, സഹോദരസ്ഥാനത്ത് ബുധൻ, കളത്രസ്ഥാനത്ത് ശനി എന്നിവ സഞ്ചരിക്കുന്ന സമയമാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ വഞ്ചനയ്ക്കോ കളവിനോ ഇരയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
മൃഷ്ടാന്നലാഭം, മാനക്ഷയം, വസ്ത്രലാഭം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ഭാഗ്യദോഷം അനുഭവപ്പെടും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത. അഭീഷ്ടകാര്യസിദ്ധിയും സന്താനഗുണവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകളും അലച്ചിലും വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പാദം, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴം, വ്യയസ്ഥാനത്ത് ശുക്രൻ, ജന്മത്തിൽ കുജനും രവിയും, ധനസ്ഥാനത്ത് ബുധൻ, ശത്രുസ്ഥാനത്ത് ശനി എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത. കർമ്മവൈകല്യം ഉണ്ടാകാം. സംസാരം ശ്രദ്ധേയമാകും. മനോദുഃഖവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അനുഭവഗുണം, ബന്ധുസമാഗമം, ശയനസുഖം, അപമാനം എന്നിവ പ്രതീക്ഷിക്കാം. കോപം നിയന്ത്രിക്കണം. സഞ്ചാരക്ലേശം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും, ലാഭസ്ഥാനത്ത് ശുക്രൻ, വ്യയസ്ഥാനത്ത് കുജൻ, രവി, ജന്മത്തിൽ ബുധൻ, പുത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾക്ക് സാധ്യത. ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. ഭാഗ്യസിദ്ധി, സർക്കാർ ആനുകൂല്യങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകാം. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് ഇടയുണ്ട്. ഭാഗ്യവർദ്ധനവും കുടുംബസുഖവും ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കും. മനപ്രയാസത്തിന് സാധ്യത കാണുന്നു. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും, കർമ്മസ്ഥാനത്ത് ശുക്രനും, ലാഭസ്ഥാനത്ത് രവിയും കുജനും, വ്യയസ്ഥാനത്ത് ബുധനും, സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസുഖം കുറയും. സുഖാനുഭവഹാനി ഉണ്ടാകും. അപമാനകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാം. അരിഷ്ടതയും ധനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുഭയവും പാപപ്രവൃത്തികൾ താൽപ്പര്യവും വർദ്ധിക്കും. അധികാരസ്ഥാനപ്രാപ്തി ഉണ്ടാകാനിടയുണ്ട്. ഭയം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവ ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് ശുക്രനും, കർമ്മസ്ഥാനത്ത് രവിയും കുജനും, ലാഭസ്ഥാനത്ത് ബുധനും, സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. അഗ്നിഭയം, ബന്ധനം, അഭീഷ്ടസിദ്ധി, സന്തോഷം എന്നിവ ഉണ്ടാകും. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. വിദ്യാലാഭവും കുടുംബസുഖവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതം പുഷ്ടിപ്പെടും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. സഹോദരഗുണവും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യപ്രീതി വരുത്തുക. അടുത്തതായി കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് രവിയും കുജനും, കർമ്മസ്ഥാനത്ത് ബുധനും, ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. സുഖഹാനി ഉണ്ടാകാം. ഗ്രഹം മോടി പിടിപ്പിക്കാനിടയുണ്ട്. അനാരോഗ്യമുണ്ടാകും. ശത്രുനാശവും കളത്രസുഖവും പ്രതീക്ഷിക്കാം. കാര്യതടസ്സത്തിന് സാധ്യത കാണുന്നു. മൃഷ്ടാന്നലാഭം, അഗ്നിഭയം, ബന്ധനം, കർമ്മപുഷ്ടി എന്നിവയും ഉണ്ടായേക്കാം. അവിചാരിതമായ ആപത്തുകളെ കരുതിയിരിക്കുക. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് ശുക്രനും, അഷ്ടമത്തിൽ രവിയും കുജനും, ഭാഗ്യസ്ഥാനത്ത് ബുധനും, ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണത ഉണ്ടാകും. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ പ്രതികൂലമായ നടപടികൾ ഉണ്ടാകും. ശയനസുഖം, വീഴ്ച, ശത്രുഭയം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ശത്രുശല്യവും കാര്യതടസ്സവും ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. കുടുംബസുഖവും സജ്ജന സംസർഗവും പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം കുറയും. ആരോഗ്യക്കുറവും ധനനഷ്ടവും ഉണ്ടായേക്കാം.
ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.